बच्चों, आज हम मैथिली शरण गुप्त जी की मनुष्यदा नामक कविता पढ़ें। श्री मैथिली शरण गुप्त जी हिंदी के राष्ट्र कवि के नाम से प्रसिद्ध है। गुप्त जी का जन्म झांसी जिले के चिरगांव नामक गांव में हुआ था। आपकी कविताओं में देशभक्ति की भावना कोट कोट कर भरी रहती है। आपके काव्यों में भक्ति एवं प्रेम के साथ देशभक्ति एवं मानव प्रेम की भावना मुखरित पाई जाती है। आपकी प्रमुख रचनाएं हैं साकेत, यशोधरा, जयद्रथवध, भारत भारती आदि। ശ്രീ മൈഥിലി ശരൺ ഗുപ്തജിയുടെ മനുഷ്യത നാമക കവിതയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. മൈഥിലി ശരൺ ഗുപ്തജി രാഷ്ട്രകവിയായിട്ട് നമ്മൾ കരുതപ്പെടുന്നു. അദ്ദേഹം ജനിച്ചത് ഝാൻസി ജില്ലയിലെ ചിരഗാവ് ഗ്രാമത്തിലാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ദേശഭക്തിയാണ് കൂടുതൽ ഉയർന്നു നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങളുടെ പ്രത്യേകതയാണ് അതിൽ ഭക്തിയുണ്ട്, പ്രേമമുണ്ട്, കൂടുതലും രാജ്യസ്നേഹം, മനുഷ്യസ്നേഹം തുടങ്ങിയ ഭാവനകളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകളാണ് സാകേത്, യശോധര, ജയദ്രഥവധ്, ഭാരത് ഭാരതി ആദി. कविता देखो। विचार लो कि मत्य हो न मृत्यु से डरो कभी, मरो परंतु यो मरो की याद जो करें सभी। हुई न यो सुमृत्यु तो वृथा मरे वृथा जी, मरा नहीं वही कि जो जिया न आपके लिए। वही पशु प्रवृत्ति है कि आप ही चरे, वही मनुष्य है कि जो मनुष्य के लिए मरे। राष्ट्रकवि मैथिली शरण गुप्त जी कहते हैं, हे मनुष्य, तुम इस बात को अच्छी तरह समझ लो कि तुम मर्त्य हो। मर्त्य का अर्थ क्या है? मर्त्य मरने वाला, मरणशील। तुम मर्त्य हो. രാഷ്ട്രകവി മൈഥിലി ശരൺ ഗുപ്തജി പറയുകയാണ്, ഹേ മനുഷ്യ, നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കൂ, നിങ്ങളാരാണ്? നിങ്ങൾ മനുഷ്യനാണ്, മർത്യനാണ്. മർത്യൻ എന്ന് പറഞ്ഞാൽ മരണം ഉള്ളവൻ അല്ലേ? അർത്ഥാത് മർണേവാല ഹോ. ഇസ്ലിയെ മൃത്യുസെ കഭി ന ഡരോ. അതുകൊണ്ട് നമ്മൾ മരണത്തെ ഭയപ്പെടേണ്ട, ഒരിക്കലും ഭയപ്പെടരുത്. मृत्यु निश्चित है लेकिन ऐसा मरे कि सब लोग तुम्हारी याद करें. മർത്യന് മൃത്യു നിശ്ചിതമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനാണെങ്കിൽ അവന് മരണം നിശ്ചിതമാണ്, എപ്പോൾ വേണമെങ്കിലും മരിക്കാം. ലേക്കിൻ ഐസാ മരേക്ക് സബ് ലോഗ് തുമാരി യാദ് കരെ. പക്ഷേ അങ്ങനെ മരിച്ചാൽ, എങ്ങനെ മരിച്ചാൽ അത് നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും, നമ്മളെ ലോകം മുഴുവൻ ഓർമ്മിച്ചുകൊണ്ടിരിക്കും. സുമൃത്യുവാണെങ്കിൽ സുമൃത്യുക്ക് अर्थ क्या है? ऐसी मृत्यु जिसे सब याद करे. എല്ലാവരും ഓർത്തിരിക്കുന്ന മരണം. यदि ऐसी अच्छी मृत्यु न हो तो तुम्हारा मरना भी व्यर्थ है, जीना भी व्यर्थ है. यदि ऐसी अच्छी मृत्यु न हो तो, അങ്ങനെ ആ നല്ല മരണം, സുമൃത്യു അല്ലെങ്കിൽ എന്തു പറ്റും? തുമാരാ മരണാഭി വ്യർത്ഥഹേ, നിൻ്റെ മരണം വെറുതെയാണ്, ബേക്കാറാണ്, വൃഥായാണ്. ജീനാഭി വ്യർത്ഥഹേ, നീ ജീവിച്ചതും മരിച്ചതും നിൻ്റെ ജീവിതവും മരണവും രണ്ടും വെറുതെയാണ്, ഒരു ഫലവും ആർക്കുമില്ലാത്തതാണ്. വഹി അമർ ഹേ ജോ ആപ്കെ ലിയേ ജിന്ദാ നഹീ രഹ്താ. വഹി അമർ ഹേ ജോ അപ്നെ ലിയേ ജിന്ദാ നഹീം രഹ്താ. എങ്ങനെയുള്ളവനാണ് അമരൻ എന്ന് പറയുന്ന? അമരൻ എന്താ? മൃത്യു ന ഹോനേവാല, മരണമില്ലാത്തവനാണ് അമരൻ അല്ലേ? വഹി അമർ ഹേ. അപ്പം മരണമില്ലാത്തത് ആർക്കാണ്?
മരണമില്ലാത്തത് അപ്പനേലിയെ ജോ അപ്പനേലിയെ സിന്താ നഹി രഹത്ത, അവനവന് വേണ്ടി ജീവിക്കാതെ മരിച്ചവരാണ് മരണമില്ലാത്തവർ. അവനവന് വേണ്ടി ജീവിക്കാതെ മറ്റുള്ളവർക്കായിട്ട് ജീവിച്ചവരാണ് എന്താണ് അമർ എന്ന് പറയുന്നത്. അർത്ഥാത് जो दूसरों की भलाई के लिए जीवित रहता है वही अमर बन जाता है. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, അതായത് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കുന്നവരാണ് എങ്ങനെയായിത്തീരുന്നത്? അമരന്മാരായിത്തീരുന്നത്. അവരുടെ മൃത്യുവാണെങ്കിൽ ലോകമുള്ള ഒരു കാലം എല്ലാവരും ഓർമ്മിച്ചിരിക്കും. अपने स्वार्थ मात्र की चिंता करना जानवरों की प्रवृत्ति है. अपने स्वार्थ, തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം, അതായത് അവനവന് വേണ്ടി മാത്രം, അവനവനെപ്പറ്റി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആരുടെ ജോലിയാണ്? ജാൻവരോങ്കി പ്രവർത്തിക്കുക. അത് മൃഗങ്ങളുടെ സ്വഭാവം അല്ലേ, മൃഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. സച്ചാ മനുഷ്യ യഹ് ഹേ ജോ അവരോं के लिए जीता मरता है. ശരിയായ മനുഷ്യൻ അവനാണ്. ഏവൻ ജോ അവരോं के लिए जीता मरता है. മറ്റുള്ളവർക്കായിട്ട് ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് സച്ച മനുഷ്യൻ. उसी उदार की कथा सरस्वती बखानती, उसी उदार से धरा कृतार्थ भाव मानती, उसी उदार की सदा सजीव कीर्ति पूजती, तथा उसी उदार को समस्त सृष्टि पूजती. अखंड आत्मभाव जो असीम विश्व में भरे, वही मनुष्य है कि जो मनुष्य के लिए मरे. शब्दार्थ देखो. उदार, उदार कौन है? दानशील, सहृदय. बखानती, बखानती वर्णन करती. धरा भूमि. कृतार्थ धन्य. कूजती मधुर ध्वनि करती. कीर्ति, कीर्ति यश. पूजती सम्मान करती. अखंड आत्मभाव, ऐक्य और आत्मीयता का भाव. असीम, असीम का अर्थ क्या है? आनंद. गुप्त जी इन पंक्तियों में परोपकार और उदारता क्या क्या है? परोपकार और उदारता अपनाने का संदेश देता है. ഈ വരികളിൽ നമ്മുടെ ഗുപ്തജി, മൈഥിലീശ്വരൻ ഗുപ്തജി പരോപകാരവും ഉദാരതയും നമ്മൾ സ്വായത്തമാക്കേണ്ടതിന് സന്ദേശമാണ് നൽകുന്നത്. കവി कहते हैं उसी उदार और दयालु पुरुष की कथा वाणी की देवी सरस्वती वर्णन करती है. उस उदार पुरुष के जन्म से यह धरती अपने को कृतार्थ मानती है. उसी उदार पुरुष की कीर्ति दुनिया में सदा गूंजती रहती है. साथ ही सारा संसार उसकी पूजा करती है. जो संसार भर को अपना मानकर किसी प्रकार की भिन्नता का अनुभव न करके जीता है वही मनुष्य है. कवि പറയുകയാണ് उसी उदार और दयालु पुरुष की कथा वाणी की देवी सरस्वती वर्णन करती है. ഇങ്ങനെയുള്ള ഉദാരരായ, അതായത് ഉദാര മനസ്സുള്ള ദയാലുവായ പുരുഷൻ്റെ കഥയാണ് വാണീദേവിയായ സരസ്വതി ദേവി വർണ്ണിക്കുന്നത്. അങ്ങനെയുള്ള ഉദാര പുരുഷനെ ജന്മം കൊണ്ട് ഈ ഭൂമി തന്നെ കൃതാർത്ഥയായിട്ട് കരുതുന്നു. അങ്ങനെയുള്ള ഉദാര പുരുഷൻ്റെ കീർത്തി ഈ ദുനിയാമേ, ഈ ലോകത്തിൽ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കും. साथ ही सारा संसार उसकी पूजा करते ही, അതിൻ്റെ കൂടെ ലോകം മുഴുവൻ അദ്ദേഹത്തെ ആദരിച്ചു കൊണ്ടിരിക്കും, പൂജിച്ചു കൊണ്ടിരിക്കും. जो संसार भर को अपना मानकर किसी प्रकार की भिन्नता का अनुभव न करके जीता है वही मनुष्य है. ഈ ലോകം മുഴുവൻ തൻ്റെ സ്വന്തമാണെന്ന് കരുതി
എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ ഭിന്നത പോലും അനുഭവിക്കാതെ ഈ ലോകം മുഴുവൻ തൻ്റേതാണെന്നും ഈ ലോകത്തുള്ള എല്ലാം തൻ്റെ ആൾക്കാർ, എല്ലാം തൻ്റെ ആണെന്ന് കരുതി ജീവിക്കുന്നവർ, അവരാണ് ശരിയായ സച്ചി മനുഷ്യൻ. शुद्धार्थ रंदी देव ने दिया करस्त थाल भी, तथा दिधीज ने दिया परार्थ अस्थि जाल भी. उशीन क्षिदीश ने स्वमांस दान भी किया, सहर्ष वीर कर्ण ने शरीर चर्म भी दिया. अनित्य देह के लिए अनादि जीव क्या डरे, वही मनुष्य है कि जो मनुष्य के लिए मरे. शब्दार्थ देखो. शुद्धार्थ, शुद्ध भूख, विषप अल्ले, भूख से व्याकुल. രന്തി ദേവ് एक പരമദാനി രാജ. നമ്മുടെ പുരാണത്തിൽ പറയുന്ന ഒരു രാജാവാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം പരമദാനിയാണ്, എല്ലാം ദാനം നൽകുന്ന രാജാവായിരുന്നു. കരസ്ത്, हाथ में लिया हुआ. दधीजी ऋषि है जिनकी हड्डियों से इंद्र का वज्रायुध बना था. നമ്മുടെ പുരാണത്തിൽ പറയുന്ന ഒരു മഹർഷിയാണ്. അദ്ദേഹത്തിൻ്റെ അസ്ഥിജാലം കൊണ്ടാണ് ഇന്ദ്രൻ്റെ വജ്രായുധം ഉണ്ടാക്കിയത്. परार्थ दूसरों के हित के लिए. अस्थिजाल हड्डियों का समूह. उशीनर गांधार देश का राजा, गांधार ദേശത്തെ രാജാവാണ് ഉഷീനർ. ക്ഷിതീഷ് എന്ന് പറഞ്ഞാൽ ക്ഷിതിയുടെ ഈശൻ, ഭൂമിയുടെ ഈശൻ, അതാരാണ്? രാജ. സ്വമാംസ് अपने शरीर का मांस. कर्ण कुंती देवी का पुत्र जो दान देने के लिए प्रसिद्ध है. കുന്തി ദേവിയുടെ പുത്രനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ദാനശീലം വളരെ പ്രസിദ്ധമാണ്. अनित्य नश्वर. हमारे पुराणों में कितने ही मनुष्यता के पूजारियों की कहानियाँ भरी पड़ी है. നമ്മുടെ പുരാണങ്ങളിൽ തന്നെ എത്രയോ മനുഷ്യതയുള്ള, അതായത് എത്രയോ മനുഷ്യത്വത്തെ പൂജിക്കുന്ന ധാരാളം മഹാന്മാരുടെ കഥകൾ നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. കവി कहते हैं, राजा रंदी देव ने अपना भोजन का थाल भूख से पीड़ित भिखारी को देकर उसकी भूख मिटाई और स्वयं भूखा रहा. നമ്മുടെ രാജാവായ രന്തിദേവൻ തൻ്റെ കയ്യിലെത്തിയ ആഹാരം ആർക്ക് കൊടുത്തു? വിശന്ന് വലഞ്ഞു വന്ന ആ ഭിക്കാരിക്ക് നൽകി. അദ്ദേഹം തൻ്റെ വിശപ്പ് ശമിപ്പിച്ചു. ഭൂക്ക് മിഠായി അവർ സ്വയം ഭൂക്ക രഹ. ആ വിശന്ന് തളർന്നു വന്ന ഭിക്കാരിക്ക് തൻ്റെ ആഹാരത്തിൻ്റെ പാത്രം കൊടുത്തുകൊണ്ട് നമ്മുടെ രാജാവ് സ്വയം വിശന്നിരുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെട്ടുവെന്ന് തോന്നിയാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും